പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 തരം സ്വീറ്റ് ഐറ്റം ആയിട്ടാണ്. സ്വീറ്റ് സ്നാക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഇത് സ്പെഷ്യൽ സ്നാക്ക് എന്ന് വേണമെങ്കിൽ സ്വീറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസാണ്. നമ്മൾ തീ കത്തിക്കുക, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒന്നും വേണ്ട. എല്ലാവരും ഈ സ്നാക്ക് ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ബ്രെഡും അതുപോലെ തന്നെ ബട്ടറും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ബട്ടറാണ്. ബട്ടർ നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ബട്ടർ നല്ല പോലെ തണുപ്പിച്ചെടുത്തത് വേണം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ്. പിന്നെ പഞ്ചസാരയാണ് ഒരു 2-3 സ്പൂണ് പഞ്ചസാര. അതിൻ്റെ കൂടെ ഞാനൊരു ഏലക്കയും കൂടി പൊടിച്ചതാണ്. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് വേണം. അതും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വേണം. ഞാനതും തരിതരിയായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതേ കണ്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാഷ്യൂ നട്ട് പൊടിച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയാണ്. അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത്. കണ്ടോ കണ്ടോ നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ശകലം മധുരം നോക്കട്ടെ. മധുരമൊക്കെ കറക്റ്റാണ്. ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ശകലം ചെറിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട്. നമ്മുടെ ബട്ടർ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിനെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒറ്റ ബ്രെഡിൽ ഇങ്ങനെ തേച്ച് വേണമെങ്കിലും കഴിക്കാം. ആദ്യം നല്ലത് നമുക്കൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ ഫില്ല് ചെയ്യാം. അപ്പം അതിനായിട്ട് എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ഒരെണ്ണം എടുക്കാം. നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടും അതുപോലെ തന്നെ കുറച്ച് മീഡിയം റേഞ്ചിലും വലുതായിട്ടും 2 രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് പീസാണ്. ഇത് നമുക്ക് ഫസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിപ്പം ഇത് സാധാരണ സ്വീറ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി ഇങ്ങനെ വരുന്ന പീസുകൾ നമ്മൾ കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബ്രെഡിൻ്റെ ഇതിനെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫില്ല് ചെയ്യുന്നതിന് വളരെ പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു ബ്രെഡ് എടുക്കണം. ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടർ മിക്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതിലേക്ക് ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബ്രെഡ് കൂടി എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലും കൂടി നമ്മൾ ശകലം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് തേച്ച് കൊടുത്താൽ മതി. കഴിക്കുമ്പോൾ ഈ സൈഡിലും കൂടിയൊക്കെ ഒന്ന് കടി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് സ്നാക്കാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യാനും പറ്റും.
ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ശകലം ഇങ്ങനെ മിക്സ് ഇങ്ങനെ ബട്ടറിൻ്റെ ഒരു മിക്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരു ചെറിയുടെ ഒരു പീസ്, ഒരു ഫുൾ ചെറി വേണ്ട, ഒരു ചെറിയുടെ ഒരു പകുതി മതി കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സ്നാക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു തണുക്കാനായിട്ട് വെക്കണം. തണുപ്പിച്ച് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കുറച്ച് ബാലൻസ് വന്ന മിക്സ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, നല്ല പോലെ പൊടിച്ചെടുത്ത ബ്രെഡാണ്. ആ ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം, ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കും. ഒന്നല്ലെങ്കിൽ 1.5 സ്പൂൺ, അതിൽ കൂടുതൽ പാല് ചേർക്കരുത്, കുഴഞ്ഞു പോകും. ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇത് കണ്ടോ? ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? നല്ല മധുരം നോക്കുക. ഇപ്പം നമുക്ക് മധുരം കറക്റ്റ് ആണെന്നറിയാൻ നോക്കാം. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെയും അതുപോലെ ബട്ടറും പാൽപ്പൊടിയുടെയും എല്ലാത്തിൻ്റെയും കൂടി ടേസ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു റെഡ് കളറും നമ്മുടെ ചെറിയ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്ക് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ അത് വിട്ട് വരും. ഒന്ന് ഇത് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഇതിന് മുകളിലേക്ക് നമുക്കൊരു അണ്ടിപ്പരിപ്പ് വെച്ചെടുക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വയ്ക്കാം. നമുക്ക് പിസ്ത വേണമെങ്കിൽ അത് വയ്ക്കാം, ബദാം വേണമെങ്കിൽ അത് വയ്ക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് വെച്ച് വെക്കാം. അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ നമുക്ക് ബ്രെഡ് പേട എന്നൊക്കെ പറയാം, എന്താണെന്നെങ്കിലും പറയാം. നല്ല സ്വീറ്റാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. നമ്മളിപ്പം ഇത് രണ്ടാമത്തത് നമ്മളെല്ലാം കൈ കൊണ്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഒരു പേടയുടെ ഒരു സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പുറത്തെല്ലാം ഓരോ നട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് സത്യത്തിൽ കഴിക്കാനായിട്ട്. അപ്പം ഇതും തണുപ്പിച്ച് കഴിക്കാനാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഓവർനൈറ്റ് വെച്ചിരുന്നിട്ട് പിറ്റേന്ന് എടുത്താൽ മതി. അപ്പം മറ്റേ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നല്ല ടേസ്റ്റ്, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഈ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല 2 സ്വീറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇതേ ഒരാളിവിടെ വന്ന് നിൽക്കുന്നത്, പുള്ളിക്കാരനും ഒന്ന് കഴിക്കാൻ കൊടുക്കും. ചെറുതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം കഴിച്ചിട്ട് പോട്ടെ, അല്ലെങ്കിൽ സമ്മതിക്കില്ല. അപ്പം ഈ 2 സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്വീറ്റ് സ്നാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്രാവശ്യത്തെ ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.